അപ്പോൾ ഉദുമയിൽ ഭയങ്കര ടൈറ്റാണ്. 1500 വോട്ടിനോ 1000 വോട്ടിനോ ജയിച്ചേക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ തൃക്കരിപ്പൂരിൽ നമ്മൾ ഇപ്പോൾ സന്ദീപ് വാര്യർ പോയി മത്സരിച്ച് CPM ഉരുക്കുകോട്ട എന്ന് വിളിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ ടൈറ്റ് ഫൈറ്റിനെ അഭിമുഖീകരിക്കുന്നു പറയുന്നു. വേറെ പല സ്ഥലത്തും നമ്മൾ പ്രയാസപ്പെടുകയാണ്, മന്ത്രിമാർ പോലും വലിയ സ്ട്രഗിൾ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീഴാൻ പോവുകയാണെന്നല്ലേ? അതായത് മന്ത്രിമാർ ചിലപ്പോൾ തോറ്റേക്കാം, അല്ലെങ്കിൽ തൃക്കരിപ്പൂരിൽ തോറ്റേക്കാം, ഉദുമയിൽ തോറ്റേക്കാം, എന്നിട്ട് പിന്നെ വേറെ അവിടെ ജയിക്കാനാണെന്ന് ചോദ്യമുണ്ടല്ലോ. അങ്ങനെയല്ല, ഈ CPM കണക്കുകൾ തെറ്റാൻ തുടങ്ങി ഇപ്പോഴൊന്നുമല്ല. 2009 ലോക്സഭാ ഇലക്ഷൻ മുതൽ തെറ്റാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എസ് സുദേവൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ കഴിഞ്ഞ സമ്മേളന കാലത്ത് കൊല്ലം ജില്ലയിൽ മാത്രം, കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം 2009 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് തെറ്റിയതിൻ്റെ കഥ അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തക റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്ന ഒരു പ്രശ്നം, പാർട്ടിയുടെ പഴയ ജനകീയ ബന്ധം ഇപ്പോൾ ഇല്ല. അപ്പോൾ പാർട്ടിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ ഒരാൾ വോട്ട് ചെയ്യാൻ വരികയാണ്, നമ്മുടെ വോട്ടറാണ് എന്ന് പാർട്ടിയുടെ ബൂത്ത് ഏജന്റിന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള അയാൾക്ക് മനസ്സിലാവും. ആ ഒരു കണക്ഷൻ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ള പാർട്ടി സ്വയം വിമർശനപരമായിട്ട് വിലയിരുത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എത്രയോ ദുർബലമാണ്, നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി എന്ന് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നമ്മൾ പലവട്ടം ചൂണ്ടിക്കാട്ടപ്പെട്ടുള്ളതും ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു സർവാംഗീകൃത സത്യവുമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു സ്പെസിഫിക്കായിട്ട് ഒരു ഉദാഹരണം പറയാം. എൻ്റെ വാർഡിൽ അത് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. അത് പിന്നീട് പിടിച്ചെടുത്താണ്. BJP ഗണ്യമായ വോട്ടുള്ളൊരു വാർഡാണ്. അപ്പോൾ അവിടെ ഒരു ജനറൽ സീറ്റിൽ, വനിതാ ജനറൽ സീറ്റാണ്, അവിടെ ഒരു SC വനിതാ ജനറൽ സീറ്റിൽ UDF മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാരിയായിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ വിജയപ്രതീക്ഷ? ഇത്രയും ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ. ഇത് ബോൾഡായിട്ടുള്ള ഡിസിഷൻ മാത്രമല്ല, ഇത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഒന്ന്, പക്ഷേ ജനറൽ എന്ന് കരുതപ്പെടുന്ന വോട്ട് ബാങ്കിൽ കുറച്ചധികം പേർ ഇവർ SC ആണ് എന്ന് കരുതി വോട്ട് ചെയ്യാതിരുന്നാൽ മാത്രമേ ഇവർ തോക്കൂ, അല്ലെങ്കിൽ ഇവർ ജയിക്കുമെന്നായിരുന്നു അവരുടെ പ്രവചനം. പക്ഷേ അവർ തോറ്റുപോയി വെറും 42 വോട്ടിനാണ്. അപ്പോൾ അവർ വോട്ടെണ്ണുന്നുണ്ട്, അവർ കണക്ക് കൂട്ടുന്നുണ്ട്, അവർ ഇൻ്റലിജൻ്റ് ആയിട്ട് സ്ഥാനാർത്ഥികരണം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉദാഹരണമാണ്. ഈ തവണ എൻ്റെ മണ്ഡലം കോഴിക്കോട് നോർത്താണ്. കോഴിക്കോട് നോർത്ത് എത്രയോ കാലങ്ങളായി, 24 നൂറ്റാണ്ട് മുമ്പാണ് സുജനപാലം മറ്റേ ജയിച്ചതാണ് അവിടെ കോൺഗ്രസിൻ്റെ. ഈ തവണ പക്ഷേ അവിടെ നല്ല മത്സരം ഉണ്ടായെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു, എങ്ങനെ നല്ല മത്സരം ഉണ്ടായി? ഒന്ന്, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്, ജയന്ത് ഒരു തരംഗം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അവിടുത്തെ കോൺഗ്രസ്സുകാരായിട്ട് സംസാരിക്കുന്നു, അവർ പഴയതുപോലെയല്ല, അവർ വോട്ട് എണ്ണുന്നുണ്ട്. അവരുടെ ദുർബലമായ സംഘടനാ സംവിധാനം വെച്ച് തന്നെ തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്ന് അവർ എണ്ണുന്നുണ്ട്. അവരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഇതാണ്: BJP അവിടെ കൂടുതൽ വോട്ട് പിടിച്ചാൽ UDFന് ജയസാധ്യതയുണ്ട്. അതായത് BJPയുടെ വോട്ട് അവർ മുഴുവനായി സമാഹരിച്ചാൽ ഞങ്ങൾക്ക് ജയസാധ്യതയുണ്ട്. അതർവൈസ്, കാരണം തോട്ടത്തിൽ രവീന്ദ്രൻ എപ്പോഴും BJPയിൽ നിന്നുള്ള കുറച്ച് വോട്ടുകൾ പോകാറുണ്ട്. പക്ഷേ BJP ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥി ആയിരുന്നു എങ്കിൽ UDFന് സാധ്യതയുണ്ട്. ഇപ്പോൾ നവ്യ ഹരിദാസ് സ്ട്രോങ് ആണ്, അവർ എത്ര വോട്ട് പിടിക്കുമോ എന്നുള്ള അനുസരിച്ചിരിക്കും അവിടെ ജയസാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോട്ട് എണ്ണുന്ന പണി കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടാണ് VD സതീശൻ ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം SIR പ്രോസസ്സാണ്. SIR പ്രോസസ്സിൽ എത്ര വോട്ട് ഡിലീറ്റായി, ആ വോട്ട് ഡിലീറ്റ് ആയ വോട്ട് ഏതൊക്കെയാണ്, ചേർത്തത് ആരുടെ വോട്ടാണ്. SIR പ്രോസസ്സിൽ വളരെ സജീവമായി UDF ഇടപെട്ടിട്ടുണ്ട്. LDFനേക്കാൾ സജീവമായി UDF ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേർക്കപ്പെട്ട വോട്ടുകൾ ഞങ്ങളുടേതാണ്, ഈ വോട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി പോൾ ചെയ്യുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ് അവർ ചില സീറ്റുകൾ ജയിക്കും. 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും. ചിലപ്പോൾ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സതീശൻ പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വോട്ടെണ്ണാനുള്ള കഴിവുള്ളതുകൊണ്ടാണെന്നാണ് അതിൽ അജിംസ